ഈ പണ്ടാരത്തിന് ചെവിയും കേൾക്കൂല. താനെന്ത് വൃത്തികേടാണ് കാണിക്കണേ? എന്താണ്? ആരാണെന്ന് അറിയോ? ചന്ദ്രന്റെ അമ്മയാ. അതോ? അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാ തന്നെ. അയ്യോ, ഞാൻ പശുവിന് കൊടുത്തതാ. അയ്യേ, വൃത്തികെട്ടവൻ. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഞാനും അമ്മണിയും കൂടെ ഒളിച്ചോടി പശുവിനെ മോഷ്ടിക്കാൻ വന്നാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മോഷ്ടിക്കാനല്ല, ചന്ദ്രന് കാശ് കൊടുത്തതാ. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്, കാലിത്തങ്കൻ. കുഞ്ഞേ, തെക്കേത്തറയിലെ ഗീതയുടെ ഇവിടെ എവിടെയാ? എന്താ കാര്യം? ഇതിനു വേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരിന്ന് വന്നതാ. പള്ളിച്ചെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നതാ. കേറിയില്ല. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഗീത ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കുട്ടി മാരീഡാണോ? അല്ല. എന്തേ? ഇനിയിപ്പോ തെക്കേത്തറയിലേക്ക് പോണോ അമ്മാവ? അതെന്താ? അല്ല, ഈ കുട്ടിയെ കണ്ടപ്പോ കുട്ടിയുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും. പാലം കയറി ഇറങ്ങിയ ഒരു വീടും കുറെ താറാവും. അതാ എന്റെ വീട്. പോട്ടെ. അല്ല, നീ അങ്ങോട്ട് പോന്നു? തടിപ്പാലം, താറാവ്. അപ്പൊ തെക്കേത്തറയിലെ ഗീത ആ തറയോട് പോയി ചാകാൻ പറ. ഓ, ഒരു നല്ല കാര്യത്തിനെ പോയപ്പോ പുറകെ വിളിച്ചു വൃത്തികെട്ടവൻ. തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മനെ വിളിച്ചതാ. ഓ, താൻ തന്റെ ഭാര്യ വിളിച്ചാണ്. ഭാഗ്യം ഭയങ്കരവാ. അവൾക്കിടെ ഭാഗ്യം കുറച്ച് കൂടുതലാ. അതിന് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. ഒരു കുരിശാണല്ലോ. ഇതാ എന്നെ പെണ്ണ് കാണാൻ വന്ന കോന്തൻ. അയ്യേ, ബെസ്റ്റ്. പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തപ്പോ ആലോചിക്കണായിരുന്നു. ശരിയാ, ചെല്ല് ചെല്ല്. ചൂണ്ടയിടുക അല്ല, ആടിനെ കറക്കുക. പച്ചക്കള്ളം, എനിക്കറിയാം. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലും കറി വെക്കാൻ ഞാനൊരു ചൂണ്ട വാങ്ങി തന്നാ മതിയല്ലോ. ചേട്ടന് ചൂണ്ടക്കറിയാ ഇഷ്ടം? ഈ കുട്ടിയുടെ ഒരു തമാശ. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാനും നേരം ഉണ്ടാവും. എന്തിനാ ഇന്നും വന്നേ? അതെ, കുട്ടിയോട് എനിക്ക് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. നമുക്കിത്തിരി നടന്നാലോ? അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഏത് പോലെ അടയ്ക്കാതിരുന്നേ? അതല്ല, ടെൻഷൻ കാരണം ഉറങ്ങിയിട്ടേ ഇല്ല. അതെന്താ? അമ്മാവൻ ചോദിച്ച സ്ത്രീധനം കൂടുതലാണോ എന്നൊരു ചെറിയ ഡൗട്ട്. അതിൽ നിന്നും 5 പവൻ പൊന്നും 10,000 രൂപയും കുറച്ച് തന്നാലും മതി. അമ്മാവൻ അറിയണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തായാലും ഗീതക്കുട്ടി എനിക്ക് വേണം. എന്ന് വെച്ചാ 20 പവനും 40,000 രൂപയും അല്ലേ? അതെ, നല്ല ഡിസ്കൗണ്ട് അല്ലേ? അല്ല, എന്തിനാ ഈ കാശൊക്കെ? അത് ജീവിതകാലം മുഴുവൻ ഗീതക്കുട്ടിക്ക് ചെലവിന് തരണ്ടേ, അതിനാ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ജീവിതകാലം മുഴുവൻ ഞാൻ നീ തന്നെ സഹിക്കാൻ പോണേ ആര് കാശ് വരും? വെറുതെ ആണെങ്കിൽ അങ്ങനെ ഒന്നും പറയല്ലേ. എങ്ങനെ പറയാണ്ടിരിക്കും? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ വളരുന്നത് പെണ്ണുങ്ങളുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ഓരോരുത്തന്മാര് ജീവിതത്തിൽ ആദ്യമായിട്ട് കിടക്കാൻ കട്ടിൽ വരെ വാങ്ങിക്കുന്നത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണുങ്ങളുടെ കാശുകൊണ്ടാ. ചൂടാകാതെ ഗീതക്കുട്ടി, വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാം. അമ്മാവൻ അറിയാതിരുന്നാ മതി. മുഴുവൻ കുറയ്ക്കോ? അയ്യോ, ഫുൾ കിഴിവ് ഞാൻ ആർക്കും കൊടുക്കാറില്ല. അമ്മാവൻ അറിഞ്ഞ വഴക്ക് പറയും. അങ്ങനെയാണെങ്കിലേ താൻ അമ്മാവനെ തന്നെ കെട്ടിക്കൊണ്ടാ മതി. അതെങ്ങനെ? അമ്മാവനെ അമ്മായി കെട്ടിയതാ? പോടാ മണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുട്ടനാട്ടിൽ പൂവാല ശല്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിസര പ്രദേശങ്ങളിൽ അപരിചിതനായ ഒരാളുടെ പൂവാല വിളയാട്ടം കുട്ടനാട് കേബിൾ വിഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മേ, ഈ ചന്ദ്രന്റെ ഒരു കാര്യം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവുകളാണ് ഇയാളുടെ പ്രധാന വിഹാരരംഗം. ഈ അപരിചിതനെ കുറിച്ചുള്ള കുട്ടനാട് കേബിൾ വിഷന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. എന്റെ സോമ, ഇനി നിന്നെ ഈ കരയ്ക്ക് കണ്ട അടി തിത്തിത്തേ. വീശി എടുത്തോണം. ജോസേ, മനസ്സമ്മതമൊക്കെ കഴിഞ്ഞല്ലേ, ഒന്ന് ചേർന്ന് നിന്നേ. ടീച്ചറേ, ഫോട്ടോ ഒന്ന് വേഗം എടുത്തേ. നിക്ക് എല്ലാരും കൂടെ വരട്ടെ. കൃഷ്ണൻകുട്ടി വാ, വാടോ. വേം വാ. എല്ലാം നമ്മളെ ചുണ്ടൻ വെള്ളത്തിന്റെ ആൾക്കാരാ. ജയിക്കോ? എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഡേയ്സ് ചോദിക്കുക നമ്മളെ വള്ളം ജയിക്കോന്ന്. സംശയമുണ്ടോ? ടിവിയിൽ കണ്ടോ ട്രോഫി ആയിട്ട് നിൽക്കുന്നത്? വള്ളം ജയിക്കാൻ വേണ്ടി 10 കൂടും മെഴുകുതിരി അവളിന്ന് ചാവറയത്തിന് നേർന്ന് കഴിഞ്ഞു. ജോസേ, ആര്? എന്റെ മോള് ഡെയ്സി. ഗേൾസ് വരും, ഇറങ്ങിക്കോളൂ. ഗേൾസ് ഫസ്റ്റ് എന്നല്ലേ, അതുകൊണ്ടാ. ഇവിടെ അടുത്താണോ വീട്?
ഒന്നും മിണ്ടാത്തത്. എടാ ദാസപ്പ എന്തോ ഇത് നമ്മൾ ഇന്നലെ ടി വി കണ്ട ചേട്ടനല്ലേടാ? ടി വിയിലോ? ഞാനോ? അതാ ഈ ചേട്ടൻ തന്നെ ഇന്നലെ ഇവിടെ വാർത്തയിലൊക്കെ കാണിച്ചു. അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ. ഒരുപാട് നേരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോന്നോ? ഒരു 10 മിനിറ്റ്. ടി വി കാണുന്ന പോലെ തന്നെ, ഒരു വ്യത്യാസം. ഈ ടി വിക്കാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇനിയും കാണിക്കോ? കാണിക്കടാ. ഇനി നിന്നെ ഈ പരിസരത്തെങ്ങനെ കണ്ട വെട്ടി നുറുക്കി ഉപ്പിലിട്ട് അച്ചാറാക്കും. നിനക്ക് ഗീതയെ കെട്ടണം. അയ്യോ, പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കണം അല്ലടാ? അത് ഞാൻ ഡീസന്റാ. ഞാൻ ഡീസന്റ്. വെള്ളം, വെള്ളം, വെള്ളം. എടാ ജോസേ, ജോസേ, എടാ അവനെ വിടരുത്. പിടിക്കാം. തറവണോ? ആ. അങ്ങനെ നിക്ക്. തീരുമ്പം പറഞ്ഞാ മതി കൊണ്ടുവരാം. അയ്യോ ചോദിക്കണ്ട, തീരുമ്പോ അമ്മച്ചി കൊണ്ടൊന്ന് മറിച്ചാ മതി. ഈ കൊച്ചു ത്രസ്യാണ് നിർബന്ധം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ക്രോണിക് ബാച്ചുലറായിട്ട് ജീവിച്ചു തീർന്നേനെ. ഓ അതിന്റെ ഒരു സുഖം. അത് പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാവട്ടെ. അതെ 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 അതെ. അത് ഞങ്ങൾ കണ്ടതാ. പള്ളി വെച്ച് കണ്ടപ്പോഴേ ഒരു തട്ടലും അതൊക്കെ ഒന്ന് തുടങ്ങി വെച്ചതല്ലേ. പൊന്നപ്പാ, ആ, ഡേസി ആയിരിക്കും. ആ ഹലോ ജോസാ. ആ വെക്കാം. ശരി 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 ഓക്കെ. ആ കുട്ടനാട് കേബിൾ വിഷനിന്നാ വള്ളംകളെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന്. പൊന്നപ്പാ. ഹലോ ഡേസിയാ, നിന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തതേ ഉള്ളൂ. മോളെ KCB വെച്ചേ, മിക്കവാറും ഇച്ചായനെ ടി വി കാണാം. ഓക്കെ ബൈ. പറമ്പിൽ ഔസേപ്പിന്റെ മകനുമായ ദുബായ് ജോസിന്റെ വിവാഹം നടക്കാനിരിക്കെ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി. ദുബായിൽ ജോസിന്റെ അയൽവാസിയായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. 6 മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി. ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോനുവിനും എനിക്ക് നന്നായിട്ട് അറിയാം. തൃശ്ശൂരുള്ളതാ രജനി. നല്ല സെറ്റപ്പാ. ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. അയ്യോ വല്ലരുത്, വല്ലരുത്. ഈ പെണ്ണുങ്ങളെ ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല. എന്തൊരു കഷ്ടമായത്. ഇതുങ്ങളും ചാടും. അടിക്കരുത്. അയ്യോ പാടത്ത് ഞാറ് നടാൻ മാത്രമല്ല വരപ്പത്തൂടെ ഓടാനും നിങ്ങൾക്ക് അറിയാമല്ലോ ഈശ്വര. അയ്യോ അയ്യോ തന്നെ ചതിക്കില്ല. ഈ കിട്ടിയതൊക്കെ ഇവളമാരെടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അയ്യോ ഒരു പഞ്ചായത്ത് മെമ്പർ തല്ലിന്ന് ചീത്തപ്പേരി നീ ഉണ്ടാക്കി വെക്കരുത്. അല്ലേ നിനക്ക് ഈ വിപ്ലവ വീര്യം പറഞ്ഞത് ഞാനാ. തിരിഞ്ഞു പോടി. തന്നെ കൊണ്ട് നിങ്ങൾ പോകും. ഇറങ്ങണോ? ഇറങ്ങി വരാനാ പറഞ്ഞത്. നിങ്ങൾ താഴെ പൊന്നപ്പോ മോളില് ഇതെന്ത് കമ്മിറ്റി? ഇത് നിങ്ങളായിട്ട് കമ്മിറ്റി എന്തോന്നാണ്? അല്ല സാറേ, ഉണ്ടായിരുന്ന കമ്മിറ്റിയൊക്കെ പൊളിഞ്ഞതിന്റെയാ. എവളുമാരെ ഒന്ന് പറഞ്ഞയക്കൂ, എന്നെ രക്ഷിക്കൂ. ഞങ്ങൾ താഴെ ഇറക്കത്തില്ല ആശാനെ. ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതേ ഇവിടുത്തെ പെണ്ണുങ്ങളാ. എന്നിട്ട് ഇയാൾ ഈ കരയിൽ ഒരു പെണ്ണിന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അങ്ങനെ പറയരുത് രഹസ്യ. ആ തന്തയ്ക്ക് പറക്കാത്തവന് ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ആന്റെ പെണ്ണ് പൊര നിറഞ്ഞിരിക്കുന്ന 4 പെണ്ണുങ്ങളാ. ഒരെണ്ണമെങ്കിലും കെട്ടിപ്പോട്ടെ എന്ന് ഞാൻ കരുതി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. ഞാനിനി എന്നാ ചെയ്യൂ ആശാനയ്യോ? ആശാൻ പറഞ്ഞാ ഇവര് പോവും. ഒന്ന് പറയൂ ആശാനെ. തൽക്കാലം നിങ്ങൾ പിരിഞ്ഞു പോകും. അടി കൊടുക്കാൻ ഇനി സമയമുണ്ടല്ലോ. രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടും. പിന്നെ ആശാൻ പറഞ്ഞത് ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവൻ ജീവിക്കുക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാ. ആശാൻ ക്ഷമിക്കേ. ദുബായ് ജോസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നു. ബെന്നി എടുക്കടാ വാ. നീ ഷൂട്ട് ചെയ്തോടാ, പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ. ബെന്നി
നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊണത്താപ്പറമ്പിൽ ഔസേപ്പിന്റെ മകൻ ദുബായ് ജോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന KJ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന KCB പ്രതിനിധിക്ക് മർദ്ദനം. വാർത്തകൾ വിശദമായി. അടുത്തിടെ ദുബായിൽ നിന്നും തിരിച്ചെത്തിയ ജോസും ഇല്ലിക്കൽ ആൻഡപ്പന്റെ മകൾ ഡെയ്സിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് ജോസിന് ദുബായിൽ വേറെ ഭാര്യയും കുട്ടിയുമുണ്ട് എന്ന വാർത്ത KCB ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിട്ടത്. ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ പോലീസ് ജോസിനെ വഞ്ചനാക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന കുട്ടനാട് കേബിൾ വിഷന്റെ ക്യാമറാമാൻ ബെന്നിയെ ജോസ് കയ്യേറ്റം ചെയ്യുകയുണ്ടായി. സാരമായി പരിക്കേറ്റ ബെന്നിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഏത് തെണ്ടി പറഞ്ഞിട്ടാ വള്ള ഇവന്റെ വീടിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിട്ടത്? അത് കൊള്ളാം. പൊന്നപ്പം പറഞ്ഞിട്ടില്ല ഇത് ഇവിടെ തന്നെ കൊണ്ടിട്ടേ. ഞാനോ? എന്നാ വേഗം അഴിച്ചു മാറ്റിക്കോ. നോക്കിക്കത് കേറല്ലാരും. അതെ, ആരോടും ചോദിക്കാതെയും പറയാതെ ഇവിടെ നാരടാ വെള്ളം ഒഴിച്ചോണ്ട് പോണത്. അതെ ജോസേ, ജോസിനെ പോലെ പെണ്ണുകേസി പ്രതി ഒരാളെ താങ്ങിക്കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല. അതുകൊണ്ട് ജോസിന് ജോസിന്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എല്ലാവരും ഞാൻ മുടക്കിയ കാശ് ഇവിടെ തന്നിട്ട് വെള്ളം എടുത്തോണ്ട് പോയാൽ മതി. അതിന് നിന്നെയും വെച്ച് ഞങ്ങൾ ഒരുപാട് തുഴഞ്ഞിട്ടുണ്ട്. പൊന്നപ്പോരന്മാരെ ഊച്ചളി രാഷ്ട്രീയക്കാരുടെ കളി കളിക്കല്ലേ? കളിക്കും. നീ ഒറ്റയൊരുത്തൻ കാരണമാണ് ഈ പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചിവില്ലാതെ ഈ പരുവത്തിലായത്. ഇനി നീയായിട്ടുള്ള പഞ്ചായത്തെ ഞാൻ നിർത്തി. എന്നെ കൊണ്ട് ഈ കളിയൊക്കെ കളിപ്പിച്ചത് നീയാ. അങ്ങനെ നീ മാത്രമായിട്ട് നല്ല കുഞ്ഞവൻ ഞാൻ സമ്മതിക്കില്ലടാ. നല്ല ഫ്രൈമാ, അത് ചീത്തയാക്കണ്ട. ഞാനൊന്ന് മൂളിയാ എവര് നിന്റെ മുതുകത്ത് കയറിയെന്ന് കറ്റ മെതിക്കും. നെല്ലും പതിരും പോലെ എല്ലും മാംസവും പെറുക്കിയെടുക്കേണ്ടി വരും. വിളിച്ചോണ്ട് പോടാ. ജോസേ വാ പോരെ വാ. കൊണ്ടുപോയിക്കോ. ഞാൻ തന്ന കാശും നീയൊക്കെ കുടിച്ച കള്ളും ജോസിന് ഇതാ. പക്ഷേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനിയും കാണും. ഈ കടം വീട്ടും. അടിച്ച് കേറി വാടാ. ഇനി കയറുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഗുഡ് ബൈ. അപ്പൊ പൊന്നപ്പൻ കയറുന്നില്ലേ? ഇല്ല, ദേ ഞാനായിട്ട് എടുത്തു വെച്ച് തന്ന കുരിശ് ഞാനായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ വള്ളമായി, ഞാനായി എന്റെ പെണ്ണുങ്ങളായി. പാവങ്ങൾ പെണ്ണുങ്ങൾ. വരട്ടെ. എവിടെ അടി ഗീതേ? നിന്നെ കാണാൻ പോലും ഇല്ലല്ലോ. എങ്ങനെ കാണാനാ എന്റെ ഭാനുവമ്മേ? എന്റെ ജീവിതം ആടും കോഴിയും താറാവും ഒക്കെ കൂടെ തിന്ന് തീർക്കല്ലേ. അങ്ങനെ അങ്ങ് തീർത്താ പോരല്ലോ. ആ ഗൾഫുകാരന്റെ ആലോചന എന്തായി, നടക്കുവോ? ഏയ്, അതൊക്കെ എന്നെ വിട്ടു. എന്തേ? ഗൾഫുകാരനാവുമ്പോ കെട്ടി നിർത്തിയിട്ട് അങ്ങ് പോവും. പിന്നെ എനിക്ക് കൂട്ടിന് താറാവും കോഴിയൊക്കെ തന്നെ കാണൂ. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും കെട്ടാൻ തീരുമാനിച്ചു. അതാവുമ്പോ കൂടെ തന്നെ കാണുമല്ലോ. എന്താ, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? കണ്ടുവച്ചാലും കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഒക്കെ ഈശ്വരനെ വിട്ടുകൊടുത്തിരിക്കുക. ഉണ്ടായിരുന്നവരെയൊക്കെ നേരത്തെ കൊണ്ടുപോയ ആളല്ലേ. അതിന് ഈശ്വരൻ നിനക്ക് നല്ലൊരു ചെറുക്കനെ തരും, നോക്കിക്കോ. തരട്ടെ. നേരം വെളുത്തപ്പം മുതല് ചെറിയൊരു പനിയും ജലദോഷവും 2 ഗുളിക വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ. ചന്ദ്രേട്ടൻ പോയോ? അവനപ്പുറത്തം കണ്ടുണ്ട്. ചെല്ല്. അതെ, ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാ തമ്മിൽ കാണുന്ന ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണാൻ വന്നതാ. ഒറ്റ വീക്ക് വെച്ചാണല്ലോ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാൻ. അമ്മ ഇപ്പൊ വരും, നീ ചെല്ലേ പോയിക്കേ. പോവാന്നേ. ഞാൻ വന്ന കാര്യം പറയട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇല്ല. ഇന്ന് കല്യാണപ്രായം തികയുന്നതിന് മുമ്പേ പ്രേമിക്കാൻ തുടങ്ങുന്ന പെൺകുട്ടികൾ കലണ്ടർ നോക്കി കാത്തിരുന്ന് തേക്കണ ദിവസാ. മനസ്സിലായോ? ഇല്ല. ഞാൻ വയസ്സറിയിച്ചൂന്ന്. അയ്യേ. എന്ന് വെച്ചാ എനിക്ക് 18 വയസ്സായിന്ന്. അതുകൊണ്ട് ഇനി എപ്പോ വേണമെങ്കിലും എന്നെ കല്യാണം കഴിക്കാം. ഞാൻ റെഡിയാ. ഞാൻ റെഡിയല്ല, നീ ചെല്ല് പോ. അല്ല, കല്യാണക്കാരൊക്കെ ഞാൻ വെറുതെ ഓർമ്മിപ്പിച്ചോന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറയാം. ചെല്ല്. ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. ഇന്ന് ബാങ്കിൽ പോണം. എന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് സർക്കാർ തന്ന കാശ് എന്റെ അക്കൗണ്ടിലാക്കുന്ന ദിവസാ. അതിന് എന്തൊക്കെയോ ഒപ്പിടാനും പൂരിപ്പിക്കാനും ഒക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് പോരാ. അതുകൊണ്ട് ചന്ദ്രേട്ടൻ കൂടെ വരണം. പോട്ടെ, വരണം. ഞാൻ വരാം. മറക്കല്ലേ. മറക്കില്ല. എന്തായാലും ആശാൻ വന്ന് കയറിന് ശേഷം ആ ക്ലബിന് ഒരു അനക്കമൊക്കെ ഉണ്ടായത്. ക്ലബിന് മാത്രമല്ല വള്ളത്തിനും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ജോസ് തലയെ കെട്ടും കെട്ടി വെള്ളത്തിൽ നിന്നപ്പം എല്ലാരും ഓസിന് വെള്ളം അടിച്ചു എന്നല്ലാതെ വെള്ളം തുളച്ചിട്ട് കാര്യമായിട്ട് നടന്നില്ല. അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ പറയട്ടെ. ആ പറഞ്ഞത് സത്യം തന്നെ. അതിന് ജോസിന് വള്ളത്തെ പറ്റി എന്തറിയാം? ജോസിനെ ക്യാപ്റ്റൻ ആക്കി തരാം. അല്ല അങ്ങനെ വെറുതെ വെള്ളം വെക്കല്ലേ. ഞാൻ പറയട്ടെ, വെള്ളം വെച്ച ആർക്കും ഒന്നും മനസ്സിലാവൂല.
ചുമ്മാ ഇരിക്കുന്നത്. ആരും ബഹളം വെക്കരുത്. ആരും ബഹളം വെക്കരുത്. എന്താ ഇത്? മതി, മതി. അവിടെ ഇരിക്കാൻ. ആ, എന്താ? ഇല്ല, അവിടെ ഇരിക്കാൻ. ആരും മിണ്ടരുത്. ബഹളം ഉണ്ടാക്കണ്ട. മിണ്ടായിരിക്കും, മിണ്ടായിരിക്കും. ആ, മിണ്ടരുത്. ആ, ഇനിയിപ്പോ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ജോസ് ഉണ്ടായിരുന്നപ്പോ അതിനെക്കുറിച്ച് ഒരു ചിന്തയെ വേണ്ടായിരുന്നു. ഓ പിന്നെ ജോസ് ഉണ്ടായിട്ടാണ് അതിനു മുമ്പ് നമ്മൾ വള്ളം ഇറക്കിയതും കളിച്ചതും ജയിച്ചതും ഒക്കെ. എന്തേലും കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? ഉണ്ടേ പറ കൃഷ്ണൻകുട്ടി. അതില്ല. പിന്നെന്താ? ഇനിയിപ്പോ എല്ലാം കൂടെ എന്ത് ചെലവ് വരും? കൃഷ്ണൻകുട്ടി കണക്കൂട്ടി പറഞ്ഞു. കൂട്ടാനൊന്നുമില്ല. ആ. കളിക്ക് മുമ്പ് ഒരു 15 ട്രയലെങ്കിലും വേണം. വേണം. 1-ന് 5 വെച്ച് 15, 5, 75. പിന്നെ ഭക്ഷണച്ചെലവ് എല്ലാം കൂടെ ചേർന്ന് 1 രൂപ വേണ്ടി വരും. ഉം. പിന്നെ അല്ലറ ചെലവ്, ബോട്ട്, ഉത്സാഹ കമ്മിറ്റി കൂടല് എല്ലാം കൂടെ ആവുമ്പോ ഒരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ വേണ്ടി വരും. അതെ, അതിനുള്ള വഴി പറ. ആ, അതിപ്പോ ആശാൻ പറയട്ടെ. ആശാ മാത്രം എന്തോ പണയാന്? ഇത് കടക്കാരുടെ മൊത്തം കാര്യം ആയതുകൊണ്ടല്ല ഇവിടെ കൂടി ആലോചിച്ച് തീരുമാനം എടുക്കാൻ. കുഞ്ഞുഞ്ഞെ എന്തുവാ ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ. പറയണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് മിണ്ടായിടോ. ഇനിയിപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നും വേണ്ട. ഭക്ഷണവും മറ്റു ചില്ലറ ചെലവും എല്ലാം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരും. എന്താ പോരെ? മതി. ഞങ്ങൾ ഏറ്റു. ആ ഇതാര് ഗാന്ധി കള്ളു ഷാപ്പിലോ? കുട്ടനാടൻ ഗാന്ധിക്ക് ആദ്യത്തെ വെടി കൊണ്ടുവന്നും പറഞ്ഞ് നീയല്ലേ നാടുകളെ ചെണ്ട കൊട്ടി നടന്നത്? അങ്ങനെ ഒറ്റ വെടിക്ക് ചാകുന്നതൊന്നും അല്ല ഈ ഗാന്ധി. ഞാൻ നല്ല പയറ് പോലെ ഇനി ഇവിടെ കാണും. എവിടെ നിന്റെ ദുബായ് ഗോഡ്സെ വഴിക്ക് വെച്ചുകൊണ്ട് തീർന്നു പോയോ? നിന്റെ വലിയ മച്ചമ്പിയായിരുന്നല്ലോ. എന്റെ അളിയ കാശുള്ള ഒരുത്തം വന്നാൽ നമ്മളങ്ങ് കൂടും. ജോസിന്റെ കാര്യത്തിലും അത്രേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണോ അളിയ വള്ളവും പിടിച്ചോണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്? എന്തായാലും കൊള്ളാം. ആ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ വന്ന കാര്യം വേറെയാ. നമ്മുടെ ആലയ്ക്ക വീടിനും പറമ്പിനും കൂടെ എന്ത് വില വരും? എന്തിനാ നീ പറ. ഒരു 1.5, 2, 2.5. എത്ര? അല്ല 3 ലക്ഷം. ഇച്ചിരി പുളിക്കും. വേമ്പനാട്ടുകാരിൽ അളന്നു കൊടുത്താൽ കിട്ടും 10-15 രൂപ സെന്റിന്. അപ്പോഴാ അവന്റെ ഒരു 3 ലക്ഷം. എങ്ങനെ കൂട്ടിയാലും ഒരു 7-8 ലക്ഷത്തിൽ കുറയത്തില്ല. അളിയന്റെ ആഗ്രഹമല്ലേ 8എങ്കിൽ 8. അളിയൻ കാര്യം പറ. ആ ആധാരത്തിന്റെ പുറത്ത് എനിക്ക് കുറച്ച് കാശൂടെ വേണം. അളിയൻ സ്ഥലത്തിന് വില കൂട്ടി പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് കത്തി. പക്ഷേ വെറും ഒരു ആധാരത്തിന്റെ പുറത്ത് ഇനിയും കാശിറക്കാൻ ഭാസ്കരനെ കിട്ടില്ല. അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ലേ? അയ്യോ, അതെന്നാ പറഞ്ഞില്ല. ഉള്ളത് പറയാമല്ലോ. എനിക്ക് ഈ നാട്ടിൽ അളിയനെ മാത്രമേ വിശ്വാസമുള്ളൂ. എന്നാലും മനുഷ്യന്റെ കാര്യമല്ലേ. നാളെ ഒരു കാലത്ത് ചന്ദ്രൻ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ കേസായി, വഴക്കായി. ഞാൻ എന്തിനാ വെറുതെ പുലിവാലി പിടിക്കുന്നത്? അതുകൊണ്ട് അവന്റെയും കൂടി ഒരു ഒപ്പ് അതിങ്ങോട്ട് തന്ന എന്റെ മേശയ്ക്കകത്തിരിക്കുന്ന കാശ് അളിയന്റെ പോക്കറ്റിൽ. നമ്മൾ തമ്മിലുള്ള കാര്യത്തിൽ എന്തിനാ പിള്ളേരെ ഇടപെടുത്തുന്നേ? പിള്ളേരോ? അവനെ പിടിച്ച് കെട്ടിച്ചു നോക്ക്. 3-ാം മാസം പെണ്ണ് വെറും. എനിക്ക് എന്തായാലും നാളെ കുറച്ച് കാശ് കിട്ടണം. നാളെ ആക്കണ്ട, ഇപ്പൊ തന്നെ ഒപ്പിക്കാം. ഒരു ഒപ്പിന്റെ കാര്യമല്ലേ ഉള്ളൂ. പാടും. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. പാവങ്ങള് കാലത്തോട്ട് തുഴഞ്ഞ് വയറും കത്തി വന്നിരിക്ക. അല്ല കൃഷ്ണൻകുട്ടി, എന്റെ കാശിനെ കഴിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാരും അടിച്ചു കയറി വാ. ഒന്നുമില്ലെങ്കിൽ എന്റെ കൂടെ കുറച്ചാൾ തുഴഞ്ഞ ആൾക്കാരല്ലേ? അല്ല ഭാസ്കര, എന്തായാലും നിന്റെ അളിയൻ കാണിച്ച് കുറച്ച് കടന്ന കൈയായി പോയി. ഇല ഇട്ടിട്ട് ഊണില്ലാന്ന് പറഞ്ഞ. അളിയന്റെ വിശേഷം ഒന്നും പറയാതിരിക്കാ ഭംഗി. വീടിന്റെ ആധാരം ഇവിടെ വെച്ചിട്ട് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ മേടിച്ചോണ്ട് പോയിട്ട് നാള് കുറെ ആയി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ക്യാപ്റ്റൻ ആയപ്പം അതേ ഈടിന്മേൽ 1 ലക്ഷം കൂടെ വേണമെന്ന് പറഞ്ഞൊരു വരവ്. ഞാൻ കൊടുക്കുവോ? ഞാനാരാ മോൻ? ഇപ്പൊ ഇന്ന് രാവിലെ 5000 വേണമെന്നും പറഞ്ഞൊരു കുറുപ്പടിയും കൊണ്ട് കുഞ്ഞു ഓടിച്ചു ഞാൻ. അളിയൻ ക്യാപ്റ്റൻ ആയെന്ന് വെച്ചാൽ എനിക്കെന്നാ കാര്യം? എങ്കിൽ പിന്നെ നീ അയക്കോ. എന്തേ കൃഷ്ണൻകുട്ടി? എന്തായാലും കിഴക്കൻ ഭാഗം ചുണ്ടിന് ഒരു ക്യാപ്റ്റൻ വേണം. അല്ലെങ്കിൽ പിന്നെ കളി നടക്കില്ലല്ലോ. കാശ് ഞാൻ മുടക്കാം. കള്ള് ഭാസ്കരൻ ക്യാപ്റ്റൻ ഭാസ്കരൻ ആവട്ടെ. എന്നിട്ട് നീ തലയെക്കെട്ടും കെട്ടി ആലക്കൽ വീട്ടിന് മുമ്പിലൂടെ ചുണ്ടിൽ കയറി പാട്ടും പാടി അങ്ങ് പോണം. വെറുതെ കൊതിപ്പിക്കല്ലേ ജോസൂട്ടി. ജോസ് കൊതിപ്പിച്ചാൽ തരും. ഇവർക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഒന്ന് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളാരും പിന്നെ പട്ടിണി എടുക്കേണ്ടി വരില്ല. നോക്കി നിൽക്കാതെ വേഗം വിളമ്പി കൊടുക്കടോ. അടക്കേ, കഥ അടക്കേ. ചായ ഒന്നും വേണ്ട. അടക്കി വാനു, കഥ അടയ്ക്കാൻ. അടക്കേ. ഭാനുമ്മേ, ചന്ദ്രേട്ടനൊന്ന് കാണണോന്ന് പറഞ്ഞു. സന്ധ്യക്ക് പഠിപ്പുരയുടെ അവിടെ കാത്തു നിൽക്കണമെന്ന്.
എടോ ഭാസ്കര, മനസ്സിൽ ശത്രുത തോന്നിയാൽ ഉറക്കത്തിൽ മറന്നിടണ സ്വഭാവം എനിക്കില്ല. അങ്ങനെ ഞാൻ മറക്കാത്തൊരാളാ നിന്റെ അനന്തരവൻ ആലക്കൽ ചന്ദ്രൻ. അയ്യോ, രക്തബന്ധം എന്ന് പറഞ്ഞ് രക്തം തിളയ്ക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാനായി നമ്മുടെ പാടായി, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഗുഡ്. എങ്കിൽ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരും, നീ ചോദിക്കുന്നത്. പക്ഷെ പകരമൊന്നും വേണം. നിന്റെ കയ്യിലിരിക്കുന്ന ആലക്കൽ വീടിൻ്റെ ആധാരം. അല്ല അതിപ്പോ ജോസേ, വേണ്ട, ഇപ്പോൾ ഉടനെ നീ മറുപടി പറയണ്ട. ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചോ. നീ ചോദിക്കണ കാശും ചുണ്ടൻ വള്ളത്തിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനവും വേണോ, അതോ ആളിനെയും ബംഗ്ലയും വേണോ? നീ വെറുതെ ആലോചിക്ക് ഭാസ്കര.